ഗുഡ് മോർണിംഗ് എവരി പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. പ്രേസ് കാർഡ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ തന്നെ ജ്ഞാനികളായിട്ട് കണക്കിടരുത്. നമ്മൾ ജ്ഞാനികളായി നമുക്ക് തോന്നുവാണെങ്കിൽ അല്ലേ, അത് എം ടി ചെയ്തുകൊണ്ട് ഫൂൾസ് ആയി തീരാതെ ദൈവം പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വീക്കായിട്ടുള്ളതിനെയും ഫൂൾസ് ആയിട്ടുള്ളതിനെയൊക്കെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ വിസ്ഡം കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി. നമ്മളാൽ തന്നെ ഇങ്ങനെ നിറഞ്ഞിരിക്കുവാണെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെ, എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവം പറയുക, ഇങ്ങനെ ജ്ഞാനികളായിട്ട് സ്വന്തമായിട്ടങ്ങ് തോന്നുന്ന മനുഷ്യര്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ അവരെ തന്നെ ചതിക്കുക ചെയ്യുന്നത്. അവരെ തന്നെ ചതിക്കുക എന്ന് പറയുന്നത്. ലോകത്തിൽ പലരുണ്ട് നമ്മളെ ചതിക്കാൻ. പിശാച് താറുടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ ചതിക്കുന്നതിന് വേണ്ടി. അതിന്റെ പുറമെ നമ്മളും കൂടെ നമ്മളെ തന്നെ ചതിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. അപ്പൊ ചതിക്കപ്പെടരുത്, നമ്മളെ തന്നെ ചതിക്കരുതെന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ദൈവത്തിലായിരിക്കുക, ദൈവത്തിന്റെ കൈകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ തന്നെ എം ടി ചെയ്ത്, നമ്മളെ തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന വ്യക്തികളായിരിക്കുക, ദൈവത്തിന് ഉപകാരപ്പെടുന്ന വ്യക്തികളായിരിക്കുക. അതിനെപ്പറ്റി പറയുള്ളൂ. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോയി നമുക്കത് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, നന്ദി ദൈവമേ, ഈ സമയത്ത് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, ഞങ്ങളുടെ പിതാവായിരിക്കുന്നതിനായിട്ട് കർത്താവേ, അങ്ങയുടെ വഴി കൂടെ ഞങ്ങൾ നടക്കണമെന്നുള്ള അങ്ങയുടെ ആഗ്രഹത്തിനായിട്ട്, അതിനായിട്ടുള്ള സകല കാര്യങ്ങൾ ചെയ്തു തരുന്നതിനായിട്ട് എല്ലാം നന്ദി പറയുന്നു കർത്താവ്. പിതാവേ, ഓരോ ദിവസവും കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ഒപ്പം ആയിരിക്കുമ്പോൾ കർത്താവ്, ഞങ്ങൾ അങ്ങയിലായിരിക്കുമ്പോൾ യേശുവെ അങ്ങേനെ പോലെ ആക്കി തീർത്തുകൊണ്ടിരിക്കും. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ഒരു വർക്ക് തുടങ്ങിയിരിക്കും. വളരെ വിശ്വസ്തന കർത്താവെ, അത് തീർക്കാൻ മാത്രം കൃപയുള്ളവനുമാ. താങ്ക് യു ജീസസ് മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഗോഡ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് സംസാരിക്കണമേ ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങളോട് സംസാരിക്കണമേ ഹോളി സ്പിരിറ്റ് ഗോഡ്. എല്ലാ മഹത്വം അങ്ങേക്കുമായിട്ട് പിതാവെ, അങ്ങേക്കും യേശു ക്രിസ്തുവിനായിട്ട് നന്ദി പറയുന്ന നാഥ യേശു നാമത്തിൽ ആമേൻ. നമുക്കിന്ന് കൊരിന്ത്യരിലേക്ക് പോകാം. ഒന്നാമത്തെ കൊരിന്ത്യന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 18 തൊട്ട് 20 വരെയുള്ള വാക്കുകൾ. 1-ാമത്തെ കൊരിന്ത്യന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 18 തൊട്ട് 20 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. അപ്പൊ തന്നെത്താൻ നമുക്ക് വഞ്ചിക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് പോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വമത്തെ അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വൃദ്ധം എന്നറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ഈ ലോകത്തിന്റെ ജ്ഞാനം അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ നമ്മളെ തന്നെ ചതിക്കുന്ന വ്യക്തികളാണെന്ന് വിചാരിച്ചോണം അല്ലെ. നമ്മൾ അറിയണമെന്ന് പോലുമില്ല നമ്മളെ തന്നെ ചതിക്കുവാണെന്ന്. ഓരോ നിമിഷവും നമ്മൾ ഈ ലോകത്തിന്റെ വിജ്ഞാനം അനുസരിച്ച്, ലോകത്തിന്റെ വഴി അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ ചതിക്കും. നമുക്കറിയാം, 2-ാമത്തെ ചാപ്റ്ററിൽ എഫേസ്യർക്കകത്ത് ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നത്, ഒരു സമയത്ത് നമ്മൾ യേശുവല്ലായിരുന്ന സമയത്ത് നമ്മൾ ഈ ലോകത്തിന്റെ വിജ്ഞാനം അനുസരിച്ച്, ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച്, പിശാചിന്റെ അല്ലെ അവന്റെ ടീമിന്റെ കാലഗതി, അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോന്നുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അവിടെ നിന്നല്ല നമ്മളെ വിടുവിച്ചുകൊണ്ട്, നമ്മൾ ചത്തവരായിരുന്നു നേരത്തെ, പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മളെ വിടുവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ആ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളെ പിന്നെയും ലോകത്തിന്റെ ജ്ഞാനം അനുസരിച്ച് വലിയ ജ്ഞാനികളാന്ന് വിചാരിച്ചവർ നടന്നുകൊണ്ട് ചതിക്കപ്പെടുന്നവരാകരുത്. ചതിക്കരുത് നമ്മളെ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തെ കൊല്ലാൻ പിതാവ് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ക്രോസും എടുത്തുകൊണ്ട് ഓരോ ദിവസം യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യാനും അതിനെ പറഞ്ഞിരിക്കുന്നില്ല. പിശാചിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്താൽ മതി, അവനെ എതിർത്ത് നിന്നാൽ മതി. ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് പിശാചിനെ എതിർത്ത് കഴിഞ്ഞാൽ അവൻ ഓടിപ്പോകും. പക്ഷെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ കില്ല് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ കൊരിന്ത്യൻ ചർച്ചിനെ പറ്റി പറയുവാണെങ്കിൽ, പോൾ വഴി ദൈവം സ്ഥാപിച്ച ചർച്ച് അല്ലെ, അപ്പോസ്തല പ്രവൃത്തിയിൽ 18-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം. അപ്പൊ കൊരിന്ത്യൻ ചർച്ചിനോട് പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് യേശുവിനെ പറ്റി പറഞ്ഞുതരാൻ ഉണ്ടായിരിക്കാം അല്ലെ, പക്ഷെ നിങ്ങൾക്ക് ഒരു ഫാദറേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു എന്താ പറയാ ആത്മീയമായിട്ടുള്ള പിതാവേ ഉള്ളൂ, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇവർക്ക് കൊരിന്ത്യൻ ചർച്ച് ദൈവം സ്റ്റാർട്ട് ചെയ്തത്, യേശുക്രിസ്തു സ്റ്റാർട്ട് ചെയ്തത് പോൾ വഴിയാണ് അല്ലെ.
അപ്പോ പോൾ ഇവരുമായിട്ട് നല്ല കോണ്ടാക്റ്റിലാണ്. അതുകൊണ്ടാണല്ലോ ക്ലോയിന്റെ ഹൗസിൽ നിന്നൊക്കെ ഇവർക്ക് പോളിന് ലെറ്റർ അല്ല പോളിന് അറിവ് കിട്ടുന്നത്. ചർച്ചിന്റെ അകത്ത് ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ അപ്പോലോന്റെ കൂടെയാണ്, ചിലര് പറയുന്നത് പോളിന്റെ കൂടെയാണ്, ചിലർ പറയുന്നത് പീറ്ററിന്റെ കൂടെയാന്ന് പറഞ്ഞ് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നം നടക്കുക. അതുകൊണ്ട് തന്നെയാ പോള് പറഞ്ഞത്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ 1, 2, 3 ഒക്കെ വാക്ക് വായിക്കുമ്പോ പോൾ ഇങ്ങനെ പറയാം, ആദ്യം അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പം തന്റെ സാമർഥ്യം കൊണ്ടോ തന്റെ വിജ്ഞാനത്തിന്റെ കൂടുതൽ കൊണ്ടൊന്നും അല്ല പോള് അവിടെ പോയത്, അല്ലെ? അങ്ങനെയൊന്നും ഉള്ള സംസാരമൊന്നും അല്ല പോൾ. അതുകൊണ്ടല്ല, അങ്ങനെയല്ല പറഞ്ഞ പോൾ അവരോട് സംസാരിക്കും. ദൈവത്തിന്റെ വചനം പറയുമ്പോ തന്റെ സാമർത്ഥ്യം കൊടുത്തിലൊന്നും അല്ല സംസാരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഡെമോൺസ്ട്രേഷനും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവറുമാണ് അവിടെ കാണിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളോട് എങ്ങനെ ഇടപെടണം എന്നുള്ളത്, മാനസാന്തരത്തിലേക്ക് ഓരോ വ്യക്തിനെ എങ്ങനെയാണ് നടത്തണം എന്നുള്ളത് അത് ഹോളി സ്പിരിറ്റ് ഗോഡിനാണ് അറിയാവുന്നത്. അപ്പൊ നമ്മളെ തന്നെ എന്താ പറയുന്നത്, ഈൽഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക്, അല്ലെ? അപ്പൊ പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്റർ തരുമ്പോൾ ആദ്യത്തെ 2-3 വാക്കുകൾ ഇങ്ങനെ പറയുക, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വേറൊന്നും അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിനെ പറ്റി അല്ലാതെ, അല്ലെ, അവന്റെ മരണത്തെ പറ്റി, അവന്റെ ഉയർത്തലിനെ പറ്റി അല്ല, എനിക്ക് വേറെ ഒന്നും തന്നെ അറിയേണ്ട കാര്യമില്ല. അല്ല, അവിടെ ഒന്നും പോയി വലിയ ഫിലോസഫി ഒന്നും, ഗ്രീക്കുകാർക്ക് ഫിലോസഫി താല്പര്യം. ഏതൻസിലൊക്കെ ചെന്നിട്ട് എന്താ പറയാ, ഏതൻസിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ 17ാമത്തെ ചാപ്റ്റർ ആക്സിന്റെ അകത്ത്, അല്ലെ, അപ്പോസ്തല പ്രവർത്തിക്കകത്തൊക്കെ. അപ്പൊ അവരിങ്ങനെ കണ്ടമാന കാര്യങ്ങളെ പറ്റി സംസാരിക്കാനൊക്കെ, ഫിലോസഫിയൊക്കെ പറയാനൊക്കെ താല്പര്യം, കേൾക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ പോളോട് പറയും, എനിക്ക് അങ്ങനത്തെ ഒന്നും താല്പര്യമൊന്നും ഉണ്ടല്ലോ, എനിക്ക് യേശുക്രിസ്തുവിനെ പറ്റി പറയാൻ മാത്രമാണ് താല്പര്യം. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ യേശുക്രിസ്തുവിനെ പറ്റി മാത്രം സംസാരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് തന്റെ പവർ വഴി ആൾക്കാരുടെ സാൽവേഷനിലേക്ക് അവരെ നയിക്കുന്നു, അല്ലെ? അപ്പൊ അത് മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപ്പൊ ഈ ലെറ്റർ എഴുതുമ്പോ പോള് എഫേസിലാണ്, അല്ലെ, എഫേസോസിലാണ്. അപ്പൊ 3-3.5 വർഷം ആയിട്ടും കൂടെ ഇവിടെ ഈ കുരിന്ത്യര് പിന്നെ ലോകത്തിന്റെ പരമായിട്ടുള്ള ജീവിതം ജീവിച്ചു കൂട്ടുന്നു, അല്ലെ? 3ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 4 വരെ വാക്യം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇപ്പോഴും മിൽക്ക് കുടിക്കുന്ന ഒരു പ്രായത്തിൽ നിൽക്കുക, അല്ലെ? നിങ്ങൾ വളരുന്നില്ല, നിങ്ങൾക്ക് മീറ്റ് കഴിക്കേണ്ട പ്രായത്തിലേക്ക് നിങ്ങൾ വളരുന്നില്ല, നിങ്ങൾ ഇപ്പോഴും ജഡികന്മാരായിട്ട് നിൽക്കുക തന്നെ ചെയ്യുവാണ്, അല്ലെ? കാരണം വെച്ചാൽ നിങ്ങളുടെ ഈശമുണ്ട്, പിണക്കമുണ്ട്, നിങ്ങളുടെ ഇടയിൽ അടിയുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയല്ല. 3ാമത്തെ വാക്ക് വരെ 1 കൊരിന്ത്യർ 3:3 പറയുക, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാര് ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലോ, അല്ലെ? ചർച്ചിന്റെ അകത്ത് അടിയാണ്, ചർച്ചിന്റെ അകത്ത് ഡിവിഷനാണ്, ചർച്ചിന്റെ അകത്ത് കൂട്ടിത്തിരിപ്പാണ് നടക്കുന്നത്. ചർച്ചിന്റെ അകത്ത് പിന്നെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ അഡൾട്ടറി നടക്കുന്നു, അല്ലെ? പിതാവിന് തന്നെ 2ാമത്തെ ഭാര്യയായിട്ട് മോശപ്പെട്ട രീതിയിൽ ബന്ധം കാത്തു സൂക്ഷിക്കുക. 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ കേസ് കൊടുക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. 4ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പോൾ പറഞ്ഞിരിക്കുന്നത്, ഇവര് പഫ്റ്റപ്പെട്ട അഹങ്കാരം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, പോളിനും അപ്പോളോസും അവരൊക്കെ ദൈവത്തില് സബ്മിറ്റ് ആയിരിക്കുന്നതുകൊണ്ട് അവരുടെ പ്രവൃത്തി, അല്ലെ, അവരുടെ ജീവിതശൈലി ഒരു എന്താ പറയാ ഫൂളിഷ്നെസ് ആയിട്ട് വിചാരിച്ചിട്ടുണ്ട്, ഒരു ബുദ്ധിയില്ലാഴികയായിട്ടൊക്കെ ഉള്ള രീതിയിലൊക്കെ വിചാരിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു ജീവിതമാണ് ഈ എന്താ പറയുക കൊരിന്ത്യര് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അവരവരുടെ ആ ജഡത്തിന്റെ സ്വഭാവത്തിൽ തന്നെ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ തന്നെ പറയുന്നുണ്ട്, നിങ്ങള് ജഡ്ജ് ചെയ്യുന്നവരായിരിക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാല് 3ാമത്തെ ചാപ്റ്ററിൽ പോൾ ഇങ്ങനെ പറയാം, അപ്പോളോയും ആരാണ്, പോൾ ആരാണ്, അല്ലെ? എന്താ പറയുക, പോൾ ചിലപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും, വിത്തിടുന്നുണ്ടായിരിക്കും, അപ്പോളോ ആയിരിക്കും ചിലപ്പോ വെള്ളം ഒഴിച്ചത്, പക്ഷെ അതിന്റെ വിളവ് കൊടുക്കുന്ന, അത് വളർച്ച കൊടുക്കുന്നത് ദൈവം തമ്പുരാനാണ്, അല്ലെ? അപ്പൊ ദൈവമാണ് ശരിക്കും ഇതിന്റെ എല്ലാം പുറകിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഒരാൾക്ക് സാൽവേഷൻ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡാണ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുന്നു, വിത്തിടുന്നു, അവരെ ഹൃദയത്തിലേക്ക് ഇടുന്നു എന്നുള്ള വിത്ത് വളർത്തുന്ന ദൈവമാണ്. അപ്പൊ ഞാൻ അപ്പോളോന്റെ കൂടെയാണെന്ന്, ഞാൻ പോളിന്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതൊന്നും കാര്യമില്ല. യേശുക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കണം നമ്മൾ. അങ്ങനത്തെ ഡിവിഷൻ വന്നിരിക്കുക. പിന്നെ 4ാമത്തെ ചാപ്റ്റർ 1 കൊരിന്ത്യർ 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 8 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ വായിക്കും, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവര്, അയ്യോ നിങ്ങളുടെ കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളാമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരത്തിൽ അവർ നെഗളിക്കുവാണ്, അല്ലെ? രാജാക്കന്മാരെ പോലെ ആയി എന്നൊക്കെയുള്ള ഒരു വിചാരമാണ്. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ
കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാൽ ദൈവം അപ്പോസ്തലന്മാരെ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്ത പോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു ഉടുപ്പാനില്ലാതെയും കുത്തു കൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിലെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. അപ്പം അപ്പോസ്തലന്മാര് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതാണ് ഇവര്, അല്ലെ? എന്താ പറയാ, ബലഹീനരായിട്ടുള്ളവര്, ഇപ്പോഴും വിശന്നിരിക്കുന്ന വ്യക്തികള്, എന്താ പറയുക, കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്നവര്, ദൂതന്മാർക്കും മനുഷ്യർക്കും എല്ലാം കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്നത്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ടും അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നവര്, ശകാരം കേട്ടിട്ട് പിന്നെയും ശകാരിക്കുന്നവരെയും കൂടെ ആശീർവദിക്കുന്ന ആൾക്കാർ. അതൊക്കെയാണ് അപ്പോസ്തലന്മാരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെ? പക്ഷേ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം സഭ അങ്ങനല്ല. അവര് വലിയ രാജാക്കന്മാരായിട്ട് ഭയങ്കര സമ്പന്നരായിട്ട് അല്ല വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ നെഗളിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ പരമായിട്ടുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ പരമായിട്ടുള്ള വിശ്വാസമില്ല, എന്ന് പറഞ്ഞാൽ ഒരു വിജ്ഞാനത്തിൽ നെഗളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പോൾ വഴി ദൈവം പറയുക, നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുന്ന വ്യക്തികളാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞിരിക്കും. ആരെങ്കിലും ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാട് നിങ്ങൾ വിജ്ഞാനമുള്ളവരാണ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ലീവ് ദാറ്റ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. കളയാതിരുന്ന നിങ്ങളെ തന്നെ നിങ്ങൾ ചതിക്കപ്പെടുവാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളെ തന്നെ ചതിക്കുന്ന വ്യക്തികളാകരുത് നമ്മൾ, അല്ലെ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പുറത്ത് നമ്മളെ ചതിക്കുന്നതിന് വേണ്ടി. നമ്മൾ നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ചതിക്കുന്ന വ്യക്തികളാകരുത്. ഈ ലോകത്തിന്റെ അഭിജ്ഞാനം മനസ്സിലാക്കി ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളാകരുത്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ലീൻ ചെയ്തിരിക്കുന്ന വ്യക്തികൾ ആകരുത്, അല്ലെ? ദൈവത്തിന്റെ വചനമായിരിക്കണം നമ്മളുടെ അടിസ്ഥാനം. ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അത് പ്രവർത്തിക്കാതിരിക്കുന്നവർ ചതിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന യാക്കോബിന്റെ അകത്ത് 1-ാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ജെയിംസിന്റെ അകത്ത് 1-ാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കും, 22-ാമത്തെ വാക്ക്. അപ്പൊ നമ്മളെ തന്നെ ചതിക്കുന്ന വ്യക്തികളാകരുത്, അല്ലെ? അടിയും ബഹളവും, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും ചർച്ചിന്റെ അകത്ത് കിടന്നുകൊണ്ട് പാസ്റ്ററും ട്രഷററും കൂടെ ഒരു സൈഡിലേക്ക്, കമ്മിറ്റിക്കാർ വേറൊരു സൈഡിലേക്ക്, അതിന്റെ ഇടയ്ക്ക് ചർച്ചിന്റെ അകത്ത് അങ്ങോട്ടുള്ള സഹോദരന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറച്ചില്, ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകരുത് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തെ ആൾക്കാർ എങ്ങനെ ചെയ്യുന്നു അത് ചർച്ചിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ജീവിതം തന്നെ പ്യൂർ ആക്കിയിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മളെ പറ്റി പറയാം, നിങ്ങള് ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് മനസ്സിലാകുന്നില്ലേ? നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തികളും ദൈവത്തിന്റെ ആലയങ്ങളാണ്, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മൾ കളക്റ്റീവായിട്ട് ചർച്ച് ദൈവത്തിന്റെ ആലയമാണ്. 1-ാമത്തെ പത്രോസ് 2-ാമത്തെ ചാപ്റ്റർ ദൈവം അത് തന്നെ പറഞ്ഞിരിക്കുന്നു, അല്ലെ? നമ്മള് ദൈവത്തിന്റെ ആലയങ്ങളാണ്. ഇവിടെയും ദൈവം അത് തന്നെ പറഞ്ഞിരിക്കുക. 3-ാമത്തെ ചാപ്റ്റർ കൊരിന്ത്യർക്കകത്ത് 1-ാമത്തെ കൊരിന്ത്യർക്കകത്ത് ദൈവം അത് തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആലയങ്ങളാണ്. ദൈവത്തിന്റെ ആലയത്തെ നമ്മള് മോശപ്പെടുത്തിയാല്, അല്ലെ, ദൈവം നമ്മളെ വെച്ചേക്കത്തില്ല എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ജീവിക്കുന്ന വ്യക്തികളാം, യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തികളാം, ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകരുത്, അല്ലെ? ആ പ്യൂരിറ്റി, ദൈവത്തിന്റെ പ്യൂരിറ്റിയിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം, ഹോളിനെസ്സിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. കൊരിന്ത്യർക്കുള്ള പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര അഹങ്കാരത്തിലേക്ക് പോരുന്ന വ്യക്തികളായിരുന്നു. അങ്ങനെ ആകാതിരിക്കാം, അല്ലെ? ഇങ്ങനെ പോൾ പറഞ്ഞു 4-ാമത്തെ ചാപ്റ്റർ, നിങ്ങൾ ഓൾറെഡി റെയിൻ ചെയ്യുന്നവരാണ്, നിങ്ങൾ ഓൾറെഡി വാഴുന്നവരാണ്, അല്ലെ? ആ ഒരു അവസ്ഥയിലേക്ക് അവര് വന്നിരിക്കുകയോ ചെയ്യും. നമ്മൾ താഴ്മയുള്ള വ്യക്തികളായിരിക്കേണ്ട സ്ഥലത്ത് അവര് ആ ഒരു കാർണൽ നേച്ചർ അനുസരിച്ച് അവർ ജീവിക്കുന്ന വ്യക്തികളായി മാറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി എല്ലാവരും അവര് ജീവിതം നയിച്ചുകൊണ്ട്. അപ്പൊ ദൈവം പറയാം, നിങ്ങളെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ തന്നെ ചതിക്കുന്ന വ്യക്തികളാണ്. നമ്മളെ തന്നെ ചതിക്കുന്ന വ്യക്തികളാകാതിരിക്കാം. ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വഴി, ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഉള്ള വഴി മാത്രം
മാത്രം, ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വഴി മാത്രമാണ് അല്ലെ. ദൈവത്തിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടതെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് പോലെ ആക്കണം നമ്മുടെ ജീവിതമെങ്കിൽ, അത് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നുള്ള ജീവിതമായിരിക്കണം നമ്മുടേതെങ്കിൽ, അതിനുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ വചനമാണ്. അതനുസരിച്ച് ജീവിക്കണം. ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മീൽ എന്ന് വിചാരിച്ചു, നല്ലൊരു ഭക്ഷണം, നല്ലൊരു ഒരു സദ്യ പോലെയാണെങ്കിൽ അങ്ങനെ ആക്കി തീർക്കണം. ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു സദ്യ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു സദ്യ ആകണമെങ്കിൽ അതിന് റെസിപ്പി ആയിട്ട് ഉപയോഗിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനമായിരിക്കണം. നമ്മുടെ ജീവിതത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു റെസിപ്പി കൊണ്ട് നമ്മൾ പാചകം ചെയ്ത് നമ്മുടെ ജീവിതം ഒരു സദ്യയായിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അത് സ്വീകരിക്കത്തില്ല. ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം നോക്കുമ്പോൾ കാണേണ്ടത് യേശുക്രിസ്തുവിനെ ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ. ദൈവം നോക്കുമ്പോൾ കാണേണ്ടത് പ്യൂരിറ്റി ആയിരിക്കണം. അതല്ല എങ്കിൽ നമ്മള് ഈ ലോകത്തിന്റെ അനുസരിച്ച് ജീവിക്കുക, നമ്മൾ ചതിക്കുവാണ് നമ്മൾ തന്നെ അല്ലെ. 6-ാമത്തെ ചാപ്റ്റർ 1 കൊരിന്ത്യന്റെ 6-ാമത്തെ ചാപ്റ്റർ 9-ാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അൺറൈച്ചസ് ഒരെണ്ണം പോലും ദൈവത്തിന്റെ കിങ്ഡത്തില് പാത്രമാകത്തില്ലെന്ന് പറഞ്ഞു. നീതി ഇല്ലാത്തവൻ ഒരെണ്ണം പോലും ദൈവത്തിന്റെ കിങ്ഡത്തിൽ പാത്രമാവത്തില്ല എന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ കിങ്ഡത്തിൽ ഉണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് ചർച്ചിനോടാന്ന് വിചാരിച്ചോണം. ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ചർച്ചിനോടാണ് അല്ലെ. അപ്പോ അടിക്കും ബഹളത്തിനും പോകാതിരിക്കുക അല്ലെ. നമ്മള് ചിലരെങ്കിലും ചിലപ്പോൾ അടിക്കും ബഹളത്തിലൊന്നും പോകുന്ന വ്യക്തികളൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ വേറെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ചർച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ റൈറ്റസ്നെസ് ഓപ്പറേറ്റ് ചെയ്യണമല്ലോ അല്ലെ. അങ്ങനെയാകുമ്പോ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഇപ്പൊ പാസ്റ്ററിന് ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചു അല്ലെ. ചില ചർച്ചകളൊക്കെ നടന്നിരിക്കുന്ന കാര്യമാണ്, നടക്കുന്ന കാര്യം. പാസ്റ്ററിന് ചർച്ചിന് ഒരു പ്രശ്നം ഉണ്ടായി അല്ലെ, പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞൊരു അഭിപ്രായ വ്യത്യാസമായി. അപ്പം എന്താ പറയുക, ഡിവിഷനായി ചർച്ചിൻ്റെ അകത്ത്. ചിലർ പാസ്റ്ററിനൊപ്പം നിൽക്കുന്നു, അടുത്ത കുറെ ആൾക്കാർ പാസ്റ്ററിനൊപ്പം നിൽക്കുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി, അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് കയറിക്കിടന്നുകൊണ്ട് എന്തെല്ലാം അഭിപ്രായം പറയാൻ പോകുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയും തവള മസിൽ പിടിച്ച് നിൽക്കുക എന്ന പോലെ നിൽക്കുകയും ചെയ്യുവാണെങ്കിൽ അത് ദൈവത്തിനെതിരായിട്ടുള്ള, ഇത് ലോകത്തിന്റെ പരമായിട്ടുള്ള ഒരു വിജ്ഞാനമാണ് അല്ലെ. ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ചർച്ചില് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നു, എനിക്ക് ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എൻ്റെ ജീവിതം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാന്നറിയാമോ? അത് ലോകത്തിന്റെ പരമായിട്ടുള്ള വിജ്ഞാനമാണ് അല്ലെ. ദൈവം ഇങ്ങനെ പറയുന്നത്, നമ്മളോട് പറയുന്നത്, അങ്ങനെ അടി ഉണ്ടാക്കുന്ന ചർച്ചിൽ സമാധാനം കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കണം. കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അല്ലെ, ഇടയ്ക്ക് നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട്, പാസ്റ്ററുമായിട്ടും ബാക്കിയുള്ള ചർച്ച് മെമ്പേഴ്സുമായിട്ട് എന്താ പറയുക, കൂട്ടിത്തിരിപ്പിന് പോകാതെ അല്ലെ, പ്രശ്നത്തില് പിന്നെ അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്ന പോലെ ആയി തീരാതെ നമ്മൾ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിക്കൊണ്ട് സമാധാനം കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കണം. എവിടെയും സമാധാനം കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ എന്ന് പറയുമ്പോൾ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ കാര്യത്തിലും അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്ത് വിടണം എന്നല്ല പറഞ്ഞു. പക്ഷെ പറയുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡ് എന്താണോ ആ സമയത്ത് നമ്മളോട് ചെയ്യാൻ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ അഹങ്കാരത്തോടു കൂടിയും അല്ലെ, ഡിവിഷനോട് കൂടിയും പാർഷ്യാലിറ്റിയോട് കൂടിയും അല്ലെ, നമ്മളുടെ പണത്തിന്റെ മിടുക്ക് കാണിക്കാനും നമ്മളുടെ കഴിവിന്റെ മിടുക്ക് കാണിക്കാനും ഒക്കെ ഉള്ള ഒരു സ്റ്റേജ് ആക്കി തീർക്കരുത് ചർച്ചിനെ അല്ലെ. അതാ ദൈവം പറയുന്നത്. നമ്മൾ വലിയവനാന്ന് ആക്കി കാണിക്കാനുള്ള ഒരു സ്റ്റേജ് ആയിരിക്കരുത് ചർച്ച് എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആക്കി തീർക്കുവാണെങ്കിൽ എനിക്കിതാ പറയാനുള്ളൂ, നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചതിക്കരുത്, നമ്മൾ ചതിക്കുന്നവരാകരുത് നമ്മളെ തന്നെ. അപ്പൊ എനിക്കിതാ പറയാനുള്ള നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നത്തെ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ വചനത്തിനായിട്ട് കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തരണ കർത്താവേ. താങ്ക് യു എൻ്റെ പ്രേസി മാസ്റ്റർ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും ഒക്കെ കർത്താവ്, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങേക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാവം എല്ലാം അങ്ങേക്കെതിരായിട്ട് കർത്താവ്, ഞങ്ങൾ പാപം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുക കർത്താവ്. പ്രാർത്ഥിക്കണം, അങ്ങയുടെ വഴി കൂടെ മാത്രം ജീവിക്കാനുള്ള കൃപ തന്നെ യേശുനാമത്തിനാമേ. അനുഗ്രഹിക്കണ കർത്താവ് ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്ന യേശുനാമത്തിനാമേ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.